സ്നേഹം നിറഞ്ഞവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു എപ്പിസോഡിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനം നമ്മൾ പദാനുപദമായി വാക്യങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ആ വാക്യങ്ങളുടെ വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇനി നമ്മൾ അതിനെ തുടർന്നുള്ള 5 മുതൽ 15 വരെയുള്ള വചനഭാഗങ്ങൾ പഠിക്കാനായി പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന തലവാചകം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ്. സഹായകനായ പരിശുദ്ധാത്മാവാണ് യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 എന്നിങ്ങനെ 3 അധ്യായങ്ങളിലായി വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് യോഹന്നാൻ്റെ യുണീക്ക് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ഓഫ് ബൈബിൾ എന്ന് പറയാം, പാരക്ലേത്തോസ് എന്ന പുതിയൊരു വാക്ക് ലോകത്തിനും ബൈബിളിനും പരിചയപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായങ്ങളാണ്. 14, 15, 16 അധ്യായങ്ങൾ. ഇതിൽ 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായി സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ 5, 6, 7 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. ആ വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. എന്നിട്ടും നീ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള ഈ വചനഭാഗത്തിന് 3 വാക്യങ്ങൾ മാത്രമുള്ള ഈ വചനഭാഗത്തിന് ഞാൻ നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹെഡിങ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. ആ ഹെഡിങ് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിലൂടെയുള്ള മിശിഹായുടെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിലൂടെയുള്ള മിശിഹായുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ആരാ നമുക്ക് തന്നത്? പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനെ പുത്രനായ യേശു ക്രിസ്തു വഴി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു യാഥാർത്ഥ്യവും വിശ്വാസ പ്രഖ്യാപനവുമാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പുത്രനായ യേശുവിന് നൽകുകയും യേശു കർത്താവിലൂടെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടു എന്നുള്ളതാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം എന്ന് പറയുക, ദ തിയോളജി ഓഫ് ദ ഹോളി ട്രിനിറ്റി. അതുകൊണ്ട് തന്നെയും മനസ്സിലാക്കുക, ഈശോയുടെ ദൃശ്യ സാന്നിധ്യം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചിന്ത ശിഷ്യന്മാരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും മരണക്കിടക്കയിലാണെങ്കിൽ അവർ നമ്മിൽ നിന്നും ശാരീരികമായി വേർപിരിയാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും,
വലിയ പ്രയാസം തോന്നും, ഇല്ലേ? അത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെ അളവ് കൂടും. ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ മരിക്കാൻ പാടില്ല എന്ന വിധം നമ്മൾ ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വേർപാട് നമുക്ക് താങ്ങാനാകുന്നതിലും അധികമായ ദുഃഖം സമ്മാനിക്കും. പ്രിയപ്പെട്ടവർ, ഇപ്രകാരമുള്ള ദുഃഖത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന അനേകം പേര് എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയുന്നൊന്നുമല്ല. വേണമെങ്കിൽ ഇന്ന് ആധുനികമായ മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം അല്പം ഡിലേ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. മരിക്കാത്തവരായി, ചിരഞ്ജീവികളായി ആർക്കും ഈ ലോകത്തിൽ തുടരുക സാധ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയും മനുഷ്യൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെ നിസ്സാരതയെയും അതിൻ്റെ ലിമിറ്റിനെയും ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമാണ്. അതുകൊണ്ട് തന്നെ ഈ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച്, കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് മരണമെന്നുള്ളത് നിത്യജീവനിലേക്കുള്ള പാസ്പോർട്ടാണ്. ഈ ജീവനിൽ നിന്നും നിത്യജീവനിലേക്കുള്ള ഒരു അവസ്ഥ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ എന്നോ ചേഞ്ച് ഓഫ് ദ സിറ്റുവേഷൻ ഓഫ് ലൈഫ് എന്നോ ഒക്കെ നമ്മളിതിനെ വിളിക്കാറുണ്ട്. എന്തായാലും മരണം ദുഃഖമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വലിയ കാര്യമായ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും, നമ്മുടെ ഇടവകയിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുടെ അല്ലെങ്കിൽ ബാച്ചുകാരുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ ആരെങ്കിലുമൊക്കെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ മരിച്ച ഇടങ്ങളിൽ പോയി നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, മരണാനന്തര ശുശ്രൂഷകൾ നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർ കരയുന്നത് കണ്ട്, കൂടെയുള്ളവർ മരിച്ചവരുടെ പ്രിയപ്പെട്ടവർ കരയുന്നത് കണ്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ മുഴുവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചരമപ്രസംഗം പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ മരിച്ചവരുടെ ഉറ്റ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ അലമുറയിട്ട് കരയുന്നത് കണ്ടിട്ട് ചരമപ്രസംഗം പോലും വലിയ വേദന ഉളവാക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് വലിയ ദുഃഖം, വലിയ ശൂന്യത സമ്മാനിക്കും. എന്നോർത്ത് മരണം ഒഴിവാക്കാൻ സാധിക്കുകയുമില്ല. ഇപ്രകാരം കർത്താവ് മരിക്കാൻ പോകുന്നു, ശാരീരികമായ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, അവനെ കാണാൻ ഇനി എനിക്ക് സാധ്യമല്ല എന്ന ചിന്ത ശിഷ്യന്മാരിൽ വലിയ അങ്കലാപ്പുണ്ടാക്കി, അവർക്ക് വലിയ വേദനയുണ്ടാക്കി. അവർക്ക് ഈ ലോകത്തിൽ പീഡനവും ഞെരുക്കവും അനുഭവപ്പെടുമെന്നുമുള്ള മുന്നറിയിപ്പ് അവരുടെ ദുഃഖം വർദ്ധിപ്പിച്ചു. തങ്ങൾ ആശ്രയം വച്ചിരുന്ന തങ്ങളുടെ ഗുരുനാഥൻ ഇല്ലാതാകാൻ പോകുന്നു. ശാരീരികമായ അവൻ്റെ സാന്നിധ്യം ഇല്ലാതാകാൻ പോകുന്നു. അദൃശ്യമായ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നൊന്നുമുള്ള വിശ്വാസമൊന്നും അവർക്കില്ല കേട്ടോ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധ്യമായിട്ടില്ല. പക്ഷെ അവനെ കാണാൻ പറ്റില്ല, അവനെ കേൾക്കാൻ പറ്റില്ല, അവൻ മരിക്കാൻ പോകുന്നു. കർത്താവ് 3 പ്രാവശ്യം തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നതായി വിശുദ്ധ ബൈബിളിലെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ ദൃശ്യമായ സാന്നിധ്യം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ദുഃഖം ഒരു വശത്ത്, തങ്ങളുടെ ഗുരുനാഥൻ നമുക്കില്ലാതായി കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പീഡനങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഞെരുക്കങ്ങളെക്കുറിച്ചും ഒക്കെ അവരുടെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളിലൂടെ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അവിടെയാണ് ആശ്വാസകനായ പരിശുദ്ധാത്മാവ്, പാരക്ലേത്തോസ്, സഹായകൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് അവൻ പറയുന്നത്. തൻ്റെ ദൃശ്യ സാന്നിധ്യം താൽക്കാലികമായി നഷ്ടപ്പെടുന്നത് വഴി സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയുള്ള അവിടുത്തെ അദൃശ്യ സാന്നിധ്യം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുകൊടുക്കുകയാണ് ഈ വചനങ്ങളിലൂടെ സാരാംശം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ, കർത്താവ് ദൈവപുത്രനായ ഈശോ മനുഷ്യനായി ലോകത്തിൽ അവരുടെ കൂടെ നടന്ന 33 വർഷങ്ങൾ, അതിൽ 3 വർഷക്കാലത്തെ അവൻ്റെ പരസ്യ ജീവിതം,
പക്ഷെ അവൻ അവരിൽ നിന്നും ശാരീരികമായി വേർപെടാൻ പോകുന്നു. അത് ശിഷ്യന്മാരെ ദുഃഖിപ്പിക്കുന്നു. അവൻ്റെ വേർപാട് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നമ്മൾ ആശ്രയം വെച്ച ഒരാൾ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമുക്ക് ആ ഒരു ആഘാതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപക്ഷെ ഒത്തിരി നാളുകൾ എടുത്തേക്കാം. ശിഷ്യന്മാർ കടന്നു പോകുന്നതും അപ്രകാരം വലിയൊരു പ്രയാസത്തിലൂടെയാണ്. അപ്രകാരം പ്രയാസം അനുഭവപ്പെടുന്ന ഈ ശിഷ്യന്മാരെ കർത്താവ് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ഞാൻ പോയാലും ഇത് താൽക്കാലികമായ ഒരു പോക്കാണ്, അവൻ വീണ്ടും വരും, നമുക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇല്ലാത്തപ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുപേക്ഷിച്ചു പോവുകയല്ല, മറിച്ച് നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ ഞാൻ തരുന്നുണ്ട്. എൻ്റെ ദൃശ്യമായ സാന്നിധ്യം ഇല്ലാതാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദൃശ്യമായി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ അനുധാവനം ചെയ്യുമെന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണിത്. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് ഈശോ മിശിഹായുടെ ആത്മാവ് തന്നെയാണ്. ഇതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുക. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വേർതിരിച്ചു കാണുന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് എന്ന രീതിയിലാണ് യോഹന്നാൻ സുവിശേഷകൻ 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാർ അനേകം പേര് ഇപ്രകാരമുള്ള ദൈവശാസ്ത്ര ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മനസ്സിലാക്കാൻ എളുപ്പവും അതുതന്നെയാണ്. ദൈവപിതാവിൽ നിന്നും പുത്രനായ യേശു കർത്താവിന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദൃശ്യ സാന്നിധ്യം ഇല്ലാതായി കഴിയുമ്പോൾ അദൃശ്യമായ പരിശുദ്ധാത്മാവിലൂടെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ തിരിച്ചറിയുക, യോഹന്നാൻ്റെ പന്തക്കുസ്ത ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ പന്തക്കുസ്ത എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. പന്തക്കുസ്ത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ലൂക്കായുടെ പന്തക്കുസ്തായെക്കുറിച്ചാണ്. ലൂക്കാ സുവിശേഷകൻ തൻ്റെ 2nd വോള്യം എന്നറിയപ്പെടുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്ത് വളരെ വ്യക്തവും കൃത്യതയോടും കൂടെ പന്തക്കുസ്തായെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. പന്തക്കുസ്ത, പെൻഡെക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ദ 50th ഡേ, കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ 50-ാം ദിവസം പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നു ആദിമ ക്രൈസ്തവ കത്തോലിക്ക സമൂഹം. പ്രിയപ്പെട്ട, എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് പന്തക്കുസ്ത ഉണ്ടാകുന്നത് കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ അന്നു തന്നെ സായാഹ്നത്തിലാണ്. അതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം വായിച്ചാൽ മതി. യോഹന്നാൻ 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം പ്രഭാതത്തിൽ തന്നെ, ഇരുട്ടായിരുന്നു, പ്രഭാതം ഉദിച്ചു വരുന്നതേ ഉള്ളൂ, ആ സമയത്തു തന്നെയും മഗ്ദലന മറിയം കർത്താവിനെ അടക്കിയിരുന്ന കല്ലറയിങ്കലേക്ക് ഓടുന്നതും അവിടെ ഇരുന്ന് കണ്ണീർ വാർക്കുന്നതും അവൾക്ക് ആദ്യമേ തന്നെ ഉദ്ധിതനായ കർത്താവിൻ്റെ ദർശനമുണ്ടാകുന്നതും അവൾ ഓടിപ്പോയി ശിഷ്യന്മാരെ അറിയിക്കുന്നതും പത്രോസും യോഹന്നാനും മഗ്ദലന മറിയത്തോടൊപ്പം കല്ലറയിങ്കലേക്ക് ഓടിപ്പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, അന്ന് സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഉദ്ധിതനായ കർത്താവ് അവർക്ക് മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 22-23 വാക്യങ്ങളിൽ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി യോഹന്നാൻ്റെ പന്തക്കുസ്തായെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കൃത്യതയോടുകൂടെ മനസ്സിലാക്കാൻ യോഹന്നാൻ 20-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചാൽ മതി. പിന്നെ അവൻ അവരുടെ മേൽ ശ്വാസം ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. He breathed over them and said, you receive the Holy Spirit. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇതാണ് ജോഹന്നൈൻ പെൻഡക്കോസ്റ്റ് എന്ന്
ബൈബിൾ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ജോഹന്നൈൻ തിയോളജിയൻസ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കായുടെ പന്തക്കുസ്ത 50-ാം ദിവസമാണെങ്കിൽ യോഹന്നാൻ്റെ വീക്ഷണമനുസരിച്ചുള്ള ദൈവശാസ്ത്രപരമായി പന്തക്കുസ്ത എന്നുള്ളത് കർത്താവ് മരിച്ചുയർത്തതിൻ്റെ അന്നു തന്നെ വൈകുന്നേരമാണ്. അവൻ നമ്മളെ അനാഥരായി വിട്ടിട്ട് പോകുകയല്ല, മറിച്ച് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടാണ് അവൻ പോയത് എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണത്തെ ലൂക്കായുടെ ദൈവശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വ്യത്യസ്ത ദൈവശാസ്ത്രങ്ങൾ വ്യത്യസ്തങ്ങളായ റീഡേഴ്സിന് വേണ്ടി, സമൂഹങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതുകൊണ്ടാണ് എന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ആരും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. സംശയങ്ങൾ ഒരുപക്ഷെ മനസ്സിലുണ്ടാകാം, നല്ലതാണ് ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്രകാരം രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള രീതികളിലുള്ള അവതരണങ്ങൾ ഒരേ റിയാലിറ്റിയെക്കുറിച്ചുണ്ടാകുന്നു എന്ന് വേണമെങ്കിലും കരുതാൻ വേണ്ടി പറ്റും. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു കേട്ടോ. പെൻറ്റക്കോസ്റ്റ് ഈസ് നോട്ട് എ സിംഗിൾ റിയാലിറ്റി. ഒരു പ്രാവശ്യം മാത്രം സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് പന്തക്കുസ്ത എന്നാരും കരുതിയേക്കരുത്. പെൻറ്റക്കോസ്റ്റ് ഈസ് എ റിക്കറിങ്, എവർ റിക്കറിങ് എക്സ്പീരിയൻസ്. പരിശുദ്ധാത്മാവിനെ എവിടെയൊക്കെ നൽകപ്പെടുന്നു അതൊക്കെ പന്തക്കുസ്തയാണ്. അതൊക്കെ അത് സ്വീകരിക്കുന്നവരുടെ പന്തക്കുസ്ത അനുഭവങ്ങളാണ്. ഓരോ മാമോദീസായിലും പന്തക്കുസ്ത ആവർത്തിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ, കരിസ്മാറ്റിക് പ്രയറിൽ, സാധാരണ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനങ്ങൾ അവസാനിക്കുമ്പോൾ അഭിഷേക ആരാധനയോടുകൂടെയാണ് ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾ സമാപിക്കുന്നത്. അഭിഷേക ആരാധനയുടെ സമയത്ത് അഭിഷിക്തരായ പുരോഹിതര് അഭിഷേക തൈലവുമായി ധ്യാനം കൂടുന്ന ഓരോ വ്യക്തിയുടെയും അടുക്കൽ ചെന്ന് അവരുടെ നെറ്റിയിൽ തൈലം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിലുള്ള ഉജ്ജ്വലനം, കരിസ്മാറ്റിക് എക്സ്പീരിയൻസ് വീണ്ടും സമ്മാനിക്കുന്നുണ്ട്. ഇപ്രകാരം ഓരോ തവണ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴും അതൊരു പന്തക്കുസ്തയാണ്. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണവും. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ആ വചനഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് സ്ക്രീനിലും കാണാനായി സാധിക്കും. എഴുതി വച്ചിട്ടുണ്ട് ആ വചനം. യോഹന്നാൻ 20:22 അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവ് ഈശോയുടെ നിശ്വസനമാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കളിമണ്ണുകൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവപിതാവ് നിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എനഫുസെസേൻ എന്ന ഒരു ഹീബ്രു വാക്കുകൊണ്ടാണ് അതിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യ സമൂഹത്തിൻ്റെ അഥവാ സഭയുടെ ജീവനായി ഈശോ സഭയിൽ ജീവിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സഭ മിശിഹായുടെ ശരീരമാണെങ്കിൽ സഭയുടെ ആത്മാവ് മിശിഹായുടെ ആത്മാവാണ്. ദൈവപുത്രനായ യേശു കർത്താവിന് പിതാവ് നൽകിയ ആത്മാവാണ് ഇന്ന് സഭയിൽ നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം. ഈശോയുടെ സഭയിലുള്ള സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ഈശോ ഇന്നും തൻ്റെ ജീവിതവും തൻ്റെ ശുശ്രൂഷയും ആത്മാവിലൂടെ സഭയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈശോയുടെ അരൂപിക്കടുത്ത ഈ സാന്നിധ്യം സഭയ്ക്കു ലഭിക്കണമെങ്കിൽ ഈശോ തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മഹത്വീകരിക്കപ്പെടണം എന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങളെ മറന്നു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ ഈ പരിശുദ്ധാത്മ സാന്നിധ്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സഭയിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്.
യേശു കർത്താവാണ് എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, രക്ഷയ്ക്കുള്ള അടിസ്ഥാനമായി പറയുമ്പോൾ. അതുകൊണ്ടാണ് യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. വചനം പറയുന്നു, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യമാണ് വചനം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. ഏതുവരെയാണ് ആത്മാവ് നൽകപ്പെടാത്തത്? ക്രിസ്തു മഹത്വീകരിക്കപ്പെടുന്നത് വരെ. യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് കർത്താവ് മഹത്വീകരിക്കപ്പെട്ടത് കുരിശിലാണ്. The glorification of Jesus is on the cross. Crucifixion is glorification എന്നാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഈ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിനെ അവൻ്റെ ക്രൂശീകരണത്തിലാണ് നൽകിയത്. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 2 വചനഭാഗങ്ങളിൽ 30-ലും 34-ലും കുരിശിൽ കിടക്കുന്ന കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതായി വചനം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമതായി അവൻ ശിരസ് കുനിച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന വാക്യം, 30-ാമത്തെ വാക്യം. 34 അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിനെ അവൻ നൽകിയത് കാൽവരി കുരിശിലുള്ള അവൻ്റെ മഹത്വീകരണത്തിലൂടെയാണ് എന്ന് ഈ തിരുവചന ഭാഗം സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവിലൂടെയുള്ള മിശിഹായുടെ ഈ സാന്നിധ്യം ശിഷ്യരെ വിശ്വാസത്തിൽ വളർത്തും, അവരുടെ വിശ്വാസ ജീവിതത്തിലെ പക്വതയിലെത്തിക്കും. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുക. വിശ്വാസത്തിൻ്റെ പക്വതയിലേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കുക? അത് മിശിഹായുടെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെയാണ്. ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ പരിഹാരത്തിനായി ഈശോയുടെ അടുക്കലേക്ക് തിരിയുമായിരുന്നു. എന്നാൽ അവിടുത്തെ മഹത്വീകരണത്തിനു ശേഷം പ്രശ്നങ്ങളിൽ തിരിയുവാൻ ഈശോയുടെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് അരൂപിയായി തങ്ങളിൽ തന്നെ സന്നിഹിതനായിരിക്കുന്ന മിശിഹായാൽ നയിക്കപ്പെട്ട് പ്രശ്നങ്ങളെ സ്വയം നേരിടുവാൻ അവർ നിർബന്ധിതരായിത്തീരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പം യാചനകളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാർ പ്രശ്നങ്ങളുമായി ഈശോയുടെ അടുക്കൽ ചെന്നു. കർത്താവിൻ്റെ ദൃശ്യ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ തങ്ങളിൽ തന്നെയുള്ള പരിശുദ്ധാത്മാവിനോട് അവർ തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വിശ്വാസത്തിൽ പക്വത പ്രാപിക്കാനിടയായി എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കണ്ടതുകൊണ്ട് മാത്രമല്ല, അവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസത്തിലുള്ള ജീവിതമാണ് പക്വതയുള്ള ജീവിതം എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഭയിൽ ഇന്നും എന്നും വിശ്വാസത്തിന് വെല്ലുവിളികളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വെല്ലുവിളികളെ നേരിടുവാനും പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ വളരുവാനും നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ സന്നിഹിതനായിരിക്കുന്ന മിശിഹായാണ് എന്ന വസ്തുത നാം മറന്നു പോകരുത്. എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല സഭ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിശുദ്ധാത്മാവിൽ പരിഹാരമുണ്ട് എന്ന് തിരിച്ചറിയുക. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ, സഹായത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.